Hello all, this is Anuja and you're watching Essence of Science. ഹലോ ഓൾ, ദിസ് ഇസ് അനൂജ ആൻഡ് യു ആർ വാച്ചിങ് എസൻസ് ഓഫ് സയൻസ്. ഞാൻ ഈ വീഡിയോനകത്ത് 5 റൂൾസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്ന അത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല. നിങ്ങൾ പറയുന്നത് ഒരാൾ അയാളുടെ വിലപ്പെട്ട സമയം കളഞ്ഞ് ചെലവഴിച്ച് നിങ്ങൾ പറയുന്നത് ഫുൾ കേട്ടിരിക്കുകയാണ്. ആൻഡ് ഇത് ആർക്കും ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്ന ഒരു കഴിവല്ല. കാലക്രമേണ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു സ്കിൽ ആണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ആ സ്കില്ലാണ് നിങ്ങൾ ഇന്ന് ഈ വെറും 4 മിനിറ്റിന്റെ വീഡിയോയിൽ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. റൂൾ നമ്പർ 1. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പറയുന്നത്, നിങ്ങൾക്ക് നല്ലൊരു സംസാര ശേഷി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം നല്ലൊരു കേൾവിക്കാരനാവുകയാണ് വേണ്ടത്. മറ്റേ വ്യക്തി എന്താണ് പറയുന്നത് എന്ന് കേൾക്കാനുള്ളൊരു സന്മനസ് നിങ്ങൾക്ക് വേണം. അതിനു പകരം ഞാൻ കണ്ടിട്ടുണ്ട് പല ആൾക്കാർക്കും ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ പ്രശ്നമുള്ള ആൾക്കാരെ ഒരു വ്യക്തി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തി എന്താണ് പറയുന്നത് എന്ന് കേൾക്കുന്നതിനുപരി നമ്മൾ എന്തായിരിക്കും അതിന് റിപ്ലൈ കൊടുക്കുക എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരുപാട് പേര് എനിക്കറിയാം. ഞാൻ പറയുന്നത് അതിന് തക്കതായ ഒരു മറുപടിയാവോ, ഒരു മണ്ടത്തരമാവോ, അത് ആ വ്യക്തിയെ വിഷമിപ്പിക്കോ, ഇങ്ങനെയെല്ലാം ആലോചിച്ച് വെറുതെ അങ്ങ് കാട് കയറി കളയും. പക്ഷെ അതിനു പകരം ആ വ്യക്തി എന്താണ് പറയുന്നത് എന്ന് ഫുൾ കോൺസെൻട്രേഷനോട് കൂടി കേട്ട് മനസ്സിലാക്കി അതിനുശേഷം ഉത്തരം കൊടുക്കുവാനായി ശ്രമിക്കുക. അപ്പൊ അതാണ് ഫസ്റ്റ് തിങ് ദാറ്റ് യു നീഡ് ടു ഡു. ബി എ ഗുഡ് ലിസണർ. റൂൾ നമ്പർ 2. തിങ്ക് ആൻഡ് ആൻസർ. നിങ്ങൾ എന്ത് സംസാരിക്കുമ്പോഴും നല്ല പോലെ ആലോചിച്ച് ഒരു മറുപടി കൊടുക്കുവാനായി ശ്രമിക്കുക. പെട്ടെന്ന് അങ്ങ് എടുത്തു ചാടി ഒരു ധൃതിയോടുകൂടി ഉത്തരം പറയാതെ നിങ്ങൾ പറയുന്ന ഉത്തരം ഒരു ഔചിത്യമുള്ള ഒരു ആൻസർ ആണോ, അതൊരു മണ്ടത്തരമാണോ, മറ്റേ കുട്ടി അത് വിഷമിപ്പിക്കോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിന്തിച്ച് നിങ്ങൾ ഉത്തരം പറയുവാനായി നിങ്ങൾ ശ്രമിക്കുക. റൂൾ നമ്പർ 3. യൂസ് ഗുഡ് വൊക്കാബുലറി. നല്ല വാക്കുകൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്ന് വിചാരിച്ച് കടിച്ചാ പൊട്ടാത്ത വാക്കുകൾ ഉപയോഗിച്ച് കേൾക്കുന്ന ആൾക്ക് ഒന്നും മനസ്സിലാക്കാത്ത രീതിയിലാക്കുക എന്നല്ല. നല്ല വാക്കുകളും നല്ല ഭാഷയും ഉപയോഗിക്കുക. പിന്നെ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരേ വാക്ക് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാതെ അതിന് പകരമായിട്ട് തുല്യമായ അർത്ഥം വരുന്ന വേറെയും വാക്കുകൾ യൂസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ സാധിക്കുന്നതാണ്. ഇനി റൂൾ നമ്പർ 4. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ടോൺ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ആദ്യം ഒരു ഇൻട്രോ എടുത്തിരുന്നു. ഹലോ ഓൾ, ദിസ് ഇസ് അനൂജ ആൻഡ് യു ആർ വാച്ചിങ് എസൻസ് ഓഫ് സയൻസ്. ആ ഇൻട്രോ എങ്ങനെയായിരുന്നു? എന്റെ ടോണൊക്കെ ഭയങ്കര ഡള്ളായിരുന്നു. ആകെ ഉറക്കം തൂങ്ങി എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിലാണ് ഞാൻ ആ ഇൻട്രോ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഏത് ടോണിലാണോ സംസാരിക്കുന്നത് അതേ ടോൺ റിപ്ലൈ തന്നെയായിരിക്കും നമുക്കും കിട്ടുന്നുണ്ടാവുക. ഇപ്പൊ നമ്മൾ ഭയങ്കര എനർജറ്റിക് ആണെങ്കിൽ നമുക്ക് അതേ വൈബ് തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. നമ്മൾ വിഷമിച്ചിരിക്കുകയാണെങ്കിലോ അതേ വൈബ് തന്നെയാണ് നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. അതേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുവാനും പാടുകയുള്ളൂ. ഇനി നമുക്ക് നോക്കാൻ പോകുന്നതാണ് ദി ലാസ്റ്റ് ആൻഡ് ദി ഫൈനൽ റൂൾ നമ്പർ 5. ഇത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ആണ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ് ബോഡി ലാംഗ്വേജ്. ആൻഡ് അതിനകത്ത് ഹാൻഡ് ജെസ്റ്റേഴ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് നിങ്ങൾ സംസാരിക്കുമ്പോൾ കൈകൾ കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഈ പ്രസന്റേഷൻ സമയത്ത് സെമിനാർ എടുക്കുമ്പോൾ ഒരു ഓഡിയൻസ്, ലാർജ് ഓഡിയൻസ് ആയിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് ഈ കൈകൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് അവർ ചില ആൾക്കാർ പോക്കറ്റിൽ വെക്കും, ചില ആൾക്കാർ ഇതിങ്ങനെ അരയിൽ വെച്ചിരിക്കും. അതൊക്കെ ബാഡ് പോസ്റ്റേഴ്സ് ആണ്. അപ്പൊ അതിന് പകരം നിങ്ങൾക്ക് നല്ല ഹാൻഡ് ജെസ്റ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ എന്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവർ എല്ലാവരും പോയിട്ട് കാണാൻ. ഞാൻ അതിന്റെ ലിങ്ക് ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നത് ബോഡി ലാംഗ്വേജ്. അപ്പൊ ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞതും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് ഈ ഹാൻഡ് ജെസ്റ്റേഴ്സ് മാത്രമല്ല പെടുക, ഇനിയും കുറെ പോയിന്റ്സ് ഉണ്ട്. സെക്കൻഡ് പോയിന്റ് ആണ് ഐ കോണ്ടാക്ട് എന്ന് പറയുന്നത്. അഗെയിൻ ഞാൻ എന്റെ ഫസ്റ്റ് ഇൻട്രോലോട്ടേക്ക് പോവാം. ഇതിനകത്ത് ഐ കോണ്ടാക്ട് നോക്കി നോക്കൂ. ഞാൻ എങ്ങോട്ടൊക്കെയോ നോക്കിയാണ് പറയുന്നത്. ഞാൻ ഒട്ടും ഫോക്കസ്ഡ് അല്ല. ഇതെന്റെ കോൺഫിഡൻസ് ലെവൽ ആണ് കാണിക്കുന്നത്. എന്റെ കോൺഫിഡൻസ് ലെവൽ താഴ്ത്തോട്ടേക്കാണ് പോകുന്നത്. എന്നാൽ സെക്കൻഡ് ഇൻട്രോ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആൻഡ് എനർജറ്റിക് ആണ്. ഇങ്ങനെ നല്ല ബോഡി ലാംഗ്വേജസ് ഫോളോ ചെയ്താലേ കേൾക്കുന്ന ആൾക്കും നിങ്ങളുടെ സംസാരം കേൾക്കുവാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അതേപോലെ തന്നെ ഒറ്റക്കാലിൽ നിൽക്കുക, ഇങ്ങനെ കൈ കെട്ടി നിൽക്കുക, ഇതൊക്കെ വളരെ ബാഡ് പോസ്റ്റേഴ്സ് ആണ്. ഇത് കാണിക്കുന്ന നിങ്ങൾക്ക് ആ സംസാരത്തിന് ഒട്ടും താല്പര്യമില്ല എന്നാണ്. അപ്പൊ ഇങ്ങനത്തെ ബാഡ് പോസ്റ്റേഴ്സ് ഒക്കെ അവോയ്ഡ് ചെയ്ത് നല്ല പോസ്റ്റേഴ്സ് ഫോളോ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് ടൈം ഈ പോയിന്റ്സ് ഒക്കെ മനസ്സിൽ വെച്ച് നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഈസിലി ഇംപ്രൂവ് ചെയ്യാൻ പറ്റാവുന്നതാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. Till then, follow my page. Bye. Stay tuned.